വംശഹത്യയുടെ ഒരു വർഷം ഇസ്രായേലി പക്ഷ മാധ്യമങ്ങൾ മറച്ചുവെച്ചിട്ടും ലോകം സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങി. ഫലസ്തീൻ ഭൗതികമായി തരിപ്പണമായെങ്കിലും ആത്മവീര്യം പോറലേൽക്കാതെ നിലനിൽക്കുന്നു. കുട്ടികളെ ഉന്നമിട്ട് കൊല്ലുന്നു ഇസ്രായേൽ. പക്ഷേ ആ കുട്ടികളെ നോക്കൂ, ഫലസ്തീനെ പോലെ പരിക്കേറ്റിട്ടും പ്രതീക്ഷ വിടാത്തവർ. കൈ നഷ്ടപ്പെട്ട കെൻസിക്ക് സങ്കടമുണ്ട്, പക്ഷേ നിരാശയില്ല. ബോധം വന്നപ്പോൾ താൻ സൂപ്പർമാനായി എന്ന്. ഇസ്രായേലി ബോംബിങ്ങിന് പിന്നാലെ ജേർണലിസ്റ്റ് മോത്താസ് അസൈസ പോസ്റ്റ് ചെയ്ത മരിച്ച കുട്ടിയുടെ ഫോട്ടോ അവളുടേതാണ് എന്ന് തിരിച്ചറിയാൻ സമയമെടുത്തു. കയ്യും തലയും തകർന്നിരുന്നു, ജീവന്റെ നേർത്ത തുടിപ്പ് മാത്രം. പക്ഷെ അവൾ അത്ഭുതകരമായി തിരിച്ചു വന്നു. നാശത്തിൽ നിന്ന് ഉയർക്കുന്ന ജനതയുടെ പ്രതീകങ്ങളായി ഇങ്ങനെ എത്ര പേർ. അതേസമയം ഇസ്രായേലിലോ? തെൽ അവീവിൽ നിന്ന് BBC-യുടെ റിപ്പോർട്ട് ഇതാ. ഇങ്ങ് ഇസ്രായേലിൽ ആർക്കും ഭാവിയെപ്പറ്റി പ്രത്യാശയില്ല. خیلی‌ها از طبقه متوسط از متخصصا اینجا دارن کشور رو ترک میکنن. ഹീബ്രുവിലുള്ള റിപ്പോർട്ട് പറയുന്നത് ഇസ്രായേലികൾക്ക് പ്രതീക്ഷ നഷ്ടമായി എന്ന്. ഭാവി ഇരുണ്ടത്. പ്രൊഫഷണലുകൾ നാടുവിടുന്നു, യുദ്ധം പരക്കുന്നു, സുരക്ഷ കുറയുന്നു. ഇസ്രായേലിനോട് വിധേയത്വം കാട്ടുന്ന മാധ്യമങ്ങളിൽ പോലും ചില വീണ്ടു വിചാരങ്ങൾ. ഇത് ഫോക്സ് ന്യൂസ്. ഫലസ്തീനിൽ ജേർണലിസ്റ്റുകളെ അടക്കം ഇസ്രായേൽ ആട്ടിയോടിച്ചിരിക്കുന്നു. ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല എന്ന്. There are so many neighborhoods that are flattened. Palestinians that are internally displaced will simply have no homes to return to. And while we get a first-hand look at the destruction here, it's important to remember that Palestinian journalists do not have this access. They have been pushed to the south. ഇസ്രായേൽ ഫലസ്തീൻ ജേർണലിസ്റ്റുകളെ കൂട്ടത്തോടെ കൊന്നു. ഇത് അസ്വീകാര്യം എന്ന് തുറന്നടിക്കുന്നത് ആരാണ്? സയനിസ്റ്റ് പക്ഷ ചാനലായ ഫോക്സിലെ റിപ്പോർട്ടർ. More than 100 of them have been killed by Israel since the war began. And I take very few positions in the conflicts that we covered. But let this be a position that I take. Journalists, specifically Palestinian journalists, must be protected amid the war. പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങളിലെ ജേർണലിസ്റ്റുകൾ തന്നെ അവയുടെ ഇസ്രായേൽ ദാസ്യത്തെ കുറ്റപ്പെടുത്തുന്നു. ഇവയിൽ ജനസൈഡ് എന്ന വാക്ക് നിഷിദ്ധമാണ്. People were terrified of using the word genocide in coverage. They still are. You will very rarely see it in any BBC coverage. And if an interviewee says the word genocide, this is a genocide happening in front of our eyes. That word is, as you know, incredibly emotive, and the Israelis, as you know, will be saying that they are targeting Hamas only. ഇസ്രായേലി അനുകൂലിയായ അമേരിക്കൻ പാർലമെന്റ് അംഗത്തിന് ജേർണലിസ്റ്റ് മെഹദി ഹസൻ ഗസയുടെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഭീകരം, ഇത് വംശഹത്യ തന്നെ എന്ന് അയാൾ തിരിച്ചറിയുന്നു. That is not an anti-terror operation. No, that is not the targeting of Hamas. It's horrifying. That is a war crime. What? Wiping out entire neighborhoods. Showing devastation. Entire neighborhoods. I'm appalled. I can barely watch that. No, as a father myself, to know that children died in those buildings. ഇതൊക്കെയായിട്ടും ഈ ഒക്ടോബർ 7-നും ഇസ്രായേലിനെ പിന്തുണക്കാൻ മാധ്യമങ്ങളുണ്ട്. ഇസ്രായേൽ സ്വതന്ത്ര ലോകത്തിന്റെ രക്ഷയെന്നാണ് ദ ഓസ്ട്രേലിയൻ പത്രത്തിന്റെ തലക്കെട്ട്. എന്നാൽ അന്ന് ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് പറഞ്ഞത് മറ്റൊന്നാണ്. പാശ്ചാത്യ ലോകത്തിന്റെ സ്വാർത്ഥതയെപ്പറ്റി, യുദ്ധം എങ്ങനെ തീർക്കുമെന്നറിയാത്ത ഇസ്രായേലി നിസ്സഹായതയെപ്പറ്റി. ഫലസ്തീൻ തകർക്കപ്പെട്ടതാണ്, ഇസ്രായേലാകട്ടെ സ്വയം തകരുകയാണ്. സാമ്പത്തിക രംഗത്തെ തകർച്ചയെപ്പറ്റി ദ ക്രെയ്ഡിൽ ഇസ്രായേലിന്റെ ക്രൂരതകൾക്കെതിരെ സംസാരിച്ചതിന് അറസ്റ്റിലായ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് റിച്ചർഡ് മെഡ്ഹേഴ്സ്റ്റ് ആണ് ഇത്. Israeli businesses are nosediving and plummeting, and especially small businesses. So since October 7, you have 46,000 Israeli businesses that have been forced to close. So they're not just in trouble, they have utterly and completely shut down. ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നത് വർദ്ധിച്ചു. പല കമ്പനികളും ക്ഷയിക്കുന്നു.
ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ്, അവരെ പിന്താങ്ങുന്നവരും. ലോക കോടതിയിൽ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ പാർലമെന്റിൽ കുറച്ചു മുൻപ് സ്വീകരണം ഏറ്റുവാങ്ങിയ നെതന്യാഹുവിന് UN ജനറൽ അസംബ്ലിയിൽ ബഹിഷ്കരണം. That is now the Prime Minister of Israel, Benjamin Netanyahu, about to address the General Assembly. Let's listen in. Ladies and gentlemen, order. ഫലസ്തീന് അംഗത്വം കിട്ടിയ അതേ UN പൊതുസഭയിൽ ഇസ്രായേലിന് നിന്ദയും. നെതന്യാഹുവിന് ശേഷം പ്രസംഗിച്ച ബാർബേഡോസ് പ്രധാനമന്ത്രി തങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചത് അറിയിച്ചു. My country took the step this year of recognizing and establishing diplomatic relations with the state of Palestine in spite of having supported a two-state solution since 1969. വെനസ്വേല ഇസ്രായേൽ എന്ന യുദ്ധമെഷീനെ ഉടൻ തടയണം എന്നാവശ്യപ്പെട്ടു. സ്ലൊവീനിയ പ്രധാനമന്ത്രി ഫലസ്തീൻകാരുടെ മനസ്സിന്റെ നന്മ എടുത്തു പറഞ്ഞു. This event, I heard stories from two courageous girls, Sarah and Rand. They spoke about their challenges in life, they spoke about their feelings, they spoke about their plans for the future. And despite all of the destruction, dehumanization and fear, there was no anger nor hate in their stories. They just had this enormous wish. മറ്റനേകം രാഷ്ട്രങ്ങൾ ഇസ്രായേലി വംശഹത്യയെ അപലപിച്ചു. UN-ൽ മാത്രമല്ല, ഇസ്രായേലിനോട് ആഭിമുഖ്യം പുലർത്തിപ്പോന്ന യൂറോപ്യൻ പാർലമെന്റിലും ഇസ്രായേൽ ആക്ഷേപിക്കപ്പെടുന്നു. Although we are being threatened and blackmailed by the rhetorics of anti-Semitism, we are being blackmailed by the Holocaust scary tale repeated here again and again. This is wrong. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒക്ടോബർ 7-ന് പ്രത്യേകം റാലികളുമായി ഫലസ്തീനോട് ഐക്യപ്പെട്ടു. ഇത് പാരീസ്. പലപ്പോഴും ശരിയായ ഉത്തരമില്ല. കഴിഞ്ഞ ദിവസം ദ ഗ്രേ സോണിൻ്റെ റിപ്പോർട്ടർ ലിയാം കോസ്ഗ്രോവ് രൂക്ഷമായി സംസാരിച്ചു. ഒരു വംശഹത്യ നടക്കുന്നു, ഇവിടെ നിങ്ങൾ അസംബന്ധം പറയുന്നു. Meanwhile, this administration has financed a genocide in Gaza for the last year, and every day you're up there denying accountability for it. So, I mean, what gives you the right to lecture other countries on their moral... So, if you have a policy question for me, I'm happy to take it. If you want to give a speech, please. ഗസ വംശഹത്യ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മനുഷ്യത്വമില്ലാത്ത ഭരണകൂടങ്ങൾ ഒരു വശത്തും വംശഹത്യയെ എതിർക്കുന്ന ബഹുജനങ്ങൾ മറുവശത്തുമായി നിൽക്കുന്നു. ഫലസ്തീൻ അനുകൂല പ്രകടനം നിരോധിച്ച ജർമ്മനിയിൽ നിന്ന് ഒരു ദൃശ്യം. ഫലസ്തീൻ ലോകത്തോളം വ്യാപിച്ച പോലെ. കൂട്ടക്കശാപ്പിനെതിരെ ലോകം. കശാപ്പുകാർക്ക് ആയുധവും പണവും നൽകുന്നതിനെതിരെ മനുഷ്യ മനസാക്ഷി. വ്യക്തമായ അനീതിക്ക് മുൻപിൽ രാജ്യങ്ങൾ ഇത്ര നിസ്സഹായമോ എന്ന് ചോദിക്കുന്നു ലോകം. പീഡിതരോട് ഐക്യപ്പെടുന്നവർ ധാരാളം. എന്നാൽ ഒരു നിലപാടുമില്ലാതെ ഒന്നും ചെയ്യാതെ കുരുതി കണ്ടു നിൽക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഇതാ വൈറലായ ഒരു വീഡിയോ. കൊല്ലങ്ങൾക്ക് ശേഷം 2040 ലോകമെങ്ങും ഗസ വംശഹത്യയുടെ 16ാം വാർഷികം ആചരിക്കുന്നു. Good afternoon, Seattle. Welcome to your afternoon newscast. We're here to bring you stories that matter most. Today marks the 16th anniversary of the tragic genocide. Commemorations are being held all around the world. അന്നത്തെ കുട്ടികൾ ഈ ശിശുഹത്യയുടെ നേർചിത്രങ്ങൾ കണ്ട് മുതിർന്നവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ വെറുതെ നോക്കി നിന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ല? 왜 아무것도 안 하셨어요? ഒരു വർഷം മുൻപത്തെ സ്ഥിതിയല്ല ഇന്ന്. മനുഷ്യരാശി മറന്നുപോയിരുന്ന ഫലസ്തീൻ ഇന്ന് നമ്മുടെ മനസാക്ഷിക്ക് മുൻപിൽ വന്നു നിൽക്കുന്നു. നിങ്ങളുടെ നിലപാട് എന്ത് എന്ന് ചോദിക്കുന്നു.